ഏറെ ബഹുമാനം നിറഞ്ഞ തമ്പുരാനന്ദ സ്വാമികൾ നമ്മുടെ ഈ ദേഹവിയോഗ ശതാബ്ദി സമ്മേളനത്തിൻ്റെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട വിശാലാനന്ദ സ്വാമികൾ, ബഹുമാന്യനായ അഭയാനന്ദ സ്വാമികൾ, പ്രിയപ്പെട്ട അംബികാനന്ദ സ്വാമികൾ, അനിത ടീച്ചർ, ഈ മീറ്റിങ്ങിലും ഇതിൻ്റെ സംഘാടനത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ ഗുരുജനങ്ങൾ, ധർമ്മമീമാംസാ പരിഷത്തിനെത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഹാകവി കുമാരനാശാൻ്റെ ഈ ദേഹവിയോഗ സമ്മേളനം ഇതുമാതിരി നമുക്ക് ഇനി നടത്താൻ പറ്റില്ല എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഒരാൾ ജലത്തിലേക്ക് അലിഞ്ഞു ചേർന്നതിൻ്റെ 26 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം ആ ജലത്തിൽ നിന്ന് എടുത്ത് കരയിലേക്കെടുത്ത് വെച്ചതിന് ശേഷം പിന്നെയും 4 മണിക്കൂർ എവിടെ അടക്കും എന്നതിനെക്കുറിച്ച് വലിയ സംവാദങ്ങൾ നടന്നതിൻ്റെ, CV കുഞ്ഞിരാമൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1924 ജനുവരി 17 രാവിലെ 5 മണിക്ക് റെഡീമർ ബോട്ട് മുങ്ങി ആശാനോടൊപ്പം 20-ലേറെ മനുഷ്യരും മരണപ്പെട്ടതിൻ്റെ 26-ാമത്തെ മണിക്കൂറിൽ ആശാൻ്റെ ശരീരം പല്ലനക്കോടിയിലെ കരയിലേക്കെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ ഉണ്ടായ തർക്കം, ആ വാർത്ത കേട്ടെത്തിയ ആലപ്പുഴയിലെ സുഹൃത്തുക്കൾ ആശാൻ്റെ ശരീരം ഞങ്ങൾക്ക് വേണം എന്ന അവകാശം ഉന്നയിച്ചു എന്നതാണ്. ഞങ്ങൾ കൊണ്ടുപോയി ആശാനെ അടക്കും എന്ന് പറഞ്ഞതാണ്. എന്നാൽ തൃക്കുന്നപ്പുഴയ്ക്കടുത്ത് ആദ്യത്തെ ശിവപ്രതിഷ്ഠ കൊണ്ട് പ്രഖ്യാതി ആർജിച്ച ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ മംഗലം ക്ഷേത്രക്കാർ പറഞ്ഞത്, ഇല്ല, കുമാരനാശാനെ ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങൾ മംഗലത്തുകാർക്ക് വേണമെന്നാണ്. CV കുഞ്ഞിരാമനും മിസ്റ്റർ കയ്യാലയ്ക്കലും വാദിച്ചത്, അല്ല, കുമാരനാശാൻ തോന്നയ്ക്കലിൽ ഒരു വീട് വാങ്ങി, വസ്തു വാങ്ങി, രാജാവിനെ പോലെ താമസിക്കുന്നുണ്ടെങ്കിലും ആശാനും ആശാൻ്റെ ജീവിത പങ്കാളിയും വാർദ്ധക്യ മുനിവൃത്തിക്കായി ശിവഗിരിയിൽ തങ്ങാനാണ് ആഗ്രഹിച്ചിരുന്നത്. ആകയാൽ ആശാൻ്റെ ശരീരത്തെ ശിവഗിരിയിലേക്ക് കൊണ്ടുവരണം എന്നാണ്. പക്ഷേ പിന്നെ 1 ഇഞ്ച് പോലും അനക്കാൻ കഴിയാത്ത വിധം ആ ശരീരം മൃതിയുടെ അങ്ങേ അറ്റത്തെ പോയിന്റിനെ സ്പർശിച്ചു പോയതുകൊണ്ട് പല്ലനക്കാർ പറഞ്ഞു, ഞങ്ങൾ ആശാനെ വിട്ടുതരില്ല. ജീവിതകാലം മുഴുവൻ ആശാൻ നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിച്ചു. ഇനി മരിച്ച ആശാനെയെങ്കിലും ഞങ്ങൾക്ക് മാത്രമായി തരണം എന്ന് അവർ കടുംപിടുത്തം പിടിച്ചതുകൊണ്ട് മാത്രം ആശാൻ്റെ ശരീരം പല്ലനയിൽ അടക്കം ചെയ്തു. ആ മരണത്തിൻ്റെ 100-ാമത്തെ വർഷം ഇനി പ്രപഞ്ചത്തിലൊരിക്കലും വരില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേഹവിയോഗ ശതാബ്ദി സമ്മേളനം ഒരിക്കൽ മാത്രമേ നടത്താൻ പറ്റൂ. ഈ ലോജിക്കിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ 99-ാമത്തെ വർഷവും വീണ്ടും നടത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ 100-ന് ഒരു പ്രത്യേകതയുണ്ട്. 924-ൻ്റെ 100-ആണ്. 51-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആ വലിയ കവി ശ്രീനാരായണ ഗുരുവിനെ സ്പർശിച്ച അതിപ്രധാനമായ ഒരു സന്ദർഭം നമുക്കെല്ലാം അറിയാം. അത് കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന് ഗുരു പറഞ്ഞ് നിർത്തി. ഇനി ആര് പൂരിപ്പിക്കും എന്ന് ഗുരു തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതായി ചിലർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല, അത് പലർ പൂരിപ്പിച്ചു. അക്കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ പൂരിപ്പിക്കൽ നടത്തിയത് കുമാരനാശാനാണെന്നാണ് കേട്ടിട്ടുള്ളത്. അത് കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ. സദാശിവൻ എന്ന അളിയൻ, കൊച്ചളിയൻ എന്ന് വേണമെങ്കിൽ പറയാം,
സാധാരണ പെങ്ങളെ കല്യാണം കഴിക്കുന്നവനോട് ഏതളിയൻ ഒരു സ്നേഹം കാട്ടാറുണ്ട്? എൻ്റെ പെങ്ങളുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന മച്ചുനന്മാർക്ക് വലിയ വാച്ചൊക്കെ ഊരിക്കൊടുക്കുന്ന അളിയന്മാരുടെ സമ്പ്രദായം കേരളത്തിലുണ്ട്. കുമാരനാശാൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നല്ലോ സദാശിവൻ. ഈ സദാശിവൻ്റെ പെങ്ങളെയാണ് സദാശിവൻ പോലും അറിയാതെ കുമാരനാശാൻ പ്രണയിച്ചു കൊണ്ടിരുന്നത്. ഞാനൊരു നോവൽ എഴുതിയപ്പോൾ ഇവർക്കിടയിലെ പ്രണയം എങ്ങനെ രൂപപ്പെടുമെന്നറിയാതെ അത്ഭുതപ്പെട്ടിട്ട് ഞാൻ സങ്കല്പിച്ചത് കാളിദാസൻ്റെ മേഘസന്ദേശവും ഋതുസംഹാരവും അഭിജ്ഞാന ശാകുന്തളവും പഠിപ്പിക്കുന്ന കുമാരനാശാൻ. ആ മേഘസന്ദേശത്തിനിടയിലൂടെ ഉള്ളോളം പ്രണയം ഭാനുമതി അമ്മയിലേക്ക് കടത്തിവിടുന്നതിനെ കുറിച്ചിട്ടാണ്. ആശാൻ പ്രണയം കടത്തിവിട്ടില്ലെങ്കിൽ പോലും ഭാനുമതിക്ക് ആശാനെ പ്രണയിക്കാൻ കഴിയുന്നത്ര സൗകുമാര്യം കുമാരനാശാൻ ഉണ്ടായിരുന്നുവെന്ന് സദാശിവൻ തന്നെ എഴുതിയിട്ടുണ്ട്. ലക്ഷത്തിൽ ഒരു പുരുഷന് മാത്രം ലഭ്യമാകുന്ന ശരീരപ്രകൃതി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടയാളായിരുന്നു കുമാരനാശാൻ എന്ന്. അതെന്തു തന്നെയായാലും ഇവരുടെ കല്യാണം സഹോദരൻ അയ്യപ്പൻ്റെയൊക്കെ ദൂത് മൂലം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സദാശിവൻ ഇതറിഞ്ഞിട്ട് വല്ലാതെ കോപിച്ചു. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ചിന്നസ്വാമി എന്ന പേരുമായി നടന്ന കുമാര, താങ്കൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇക്കാണിച്ചത് ശരിയോ? താങ്കൾ SNDP പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാക്കന്മാരിൽ ഒരാളുടെ മകളെ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ട് അവളെ കല്യാണം കഴിക്കുന്നത് ന്യായമോ? ചിന്നസ്വാമി എന്ന പേരാൽ പ്രഖ്യാതനായി തീർന്ന താങ്കൾ നാളെ ഗൃഹസ്ഥാശ്രമ വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത് താങ്കളുടെ ജീവിതത്തിനും കവിതയ്ക്കും നല്ലതോ എന്ന ചോദ്യങ്ങൾ, ഒരുപിടി ചോദ്യങ്ങൾ ശ്വാസം വിടാതെ സദാശിവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുമാരനാശാൻ മൗനം ഭുജിച്ചിട്ട് ഏറ്റവും ഒടുവിൽ സദാശിവന് മറുപടി പറയുന്ന ഒരു രംഗമുണ്ട്. അതിൽ ഒരു മറുപടി മാത്രമേ എനിക്ക് യോജിക്കാത്തതായിട്ടുള്ളൂ. പെണ്ണുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വയസ്സാവും, ആണുങ്ങൾ അങ്ങനെയല്ല എന്ന് കുമാരനാശാൻ പറഞ്ഞു. 45 വയസ്സുള്ള ഞാൻ 16 വയസ്സുള്ള ഈ തരുണീമണിയെ, ബാലികയെ കല്യാണം കഴിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാലം ഞങ്ങൾക്കിടയിലെ ഈ വ്യത്യാസത്തെ ഇല്ലാതാക്കി കളയും എന്ന ഗ്ലാമർ ബോധം ആശാനുണ്ടായിരുന്നു. ഇത് കടുത്ത ഈഗോയാണ്, തന്നോട് തന്നെയുള്ള വല്ലാത്ത ആത്മവിശ്വാസവും അഹങ്കാരവുമാണ്. ഈ ആത്മവിശ്വാസം കൊണ്ട് കുമാരനാശാൻ സദാശിവനോട് ചോദിച്ചു, എൻ്റെ ഈ ദൃഢമായ ശരീരം വിട്ട് ആയുസ് കാലൻ്റെ അരികിലേക്ക് പോകുന്നതിനെക്കുറിച്ചോർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതൊരു 100 വർഷം ജീവിച്ചിരിക്കും എന്ന് വിചാരിച്ചിരുന്ന കവിയാണ് കുമാരനാശാൻ. നമ്മളാരും വിചാരിച്ചില്ലെങ്കിലും കുമാരനാശാൻ വിചാരിച്ചു. ഒരുപക്ഷെ അങ്ങനെ വിചാരിക്കുന്നതിന് പിറകിൽ പ്രവർത്തിച്ച പ്രാർത്ഥനയും ഇതായിരിക്കാം. കാലൻ കനിവറ്റു കുറിച്ചു കൊടുക്കുന്ന ആ ഓലപ്പിടി എനിക്ക് നീ തരരുതേ. പക്ഷേ ഏത് സങ്കല്പത്തെക്കാളും, ഏത് ആത്മവിശ്വാസത്തെക്കാളും, ഏത് അഹങ്കാരത്തെക്കാളും വലുതാണ് കാലം എന്നുള്ളത് കൊണ്ട്, കാലം പിടിക്കേണ്ട കാലത്തിൽ തന്നെ കുമാരനാശാനെ പിടിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ ശതാബ്ദി ആചരിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 50 കൊല്ലം കഴിഞ്ഞ് കുമാരനാശാൻ്റെ ദേഹവിയോഗ ശതാബ്ദി ആചരിക്കേണ്ടി വരുമായിരുന്നു എന്നുള്ളത് കാവ്യത്തിലെ സത്യം മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ നീതിബോധമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നാം 1087 മേടം 18 ചിത്രാ പൗർണമി ദിവസം മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശാരദാ പ്രതിഷ്ഠയെക്കുറിച്ച് കുമാരനാശാൻ വിവേകോദയത്തിൽ എഴുതിയ റിപ്പോർട്ടും ഓർക്കേണ്ടതുണ്ട്. ശാരദ മനുഷ്യർക്ക് സർവത്തിൻ്റെയും സാരാംശത്തെ പ്രകാശിപ്പിക്കുന്ന അധിദേവതയാകുന്നു. സർവർക്കുമെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു സവിശേഷ മതവിഭാഗത്തിനോ എന്നല്ല, സർവർക്കുമുള്ള അതിദേവതയാകുന്നു ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ. ഈ പ്രയോഗമാണ് കുമാരനാശാൻ ഗുരുവിനെ കുറിച്ചിട്ടുള്ള ജീവചരിത്രത്തിന് കൊടുത്ത പേര്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്ന തലക്കെട്ടിലാണ് കുമാരനാശാൻ വിവേകോദയത്തിൽ സ്വാമിയുടെ ജീവചരിത്രം എഴുതിയത് എന്നുള്ളതും നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. തൃപ്പാദങ്ങൾ നമുക്കായി വളരെ ദേവാലയങ്ങൾ പ്രതിഷ്ഠിച്ചു തന്ന ശേഷം സ്വയമേവ ശാരദാംബയെ
തൻ്റെ ആശ്രയമായ ശിവഗിരിയിൽ കുടിയേറ്റാൻ ഭാവിക്കുന്നത് വല്ലാത്ത ഉദ്ദേശത്തോട്, വലുതായ ഉദ്ദേശ്യത്തോടു കൂടിയാണെന്ന് എഴുതുക മാത്രമല്ല, അമ്പയോഗി മൃഗിതാം പരാഭിധാം ത്വാം വിഭിന്ന പരിണാമ സുന്ദരീം പുഷ്കലാർത്ഥ വിഭവാമുപാസുഹേ സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം. സുഹേ നീട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. സുഹേ സംസ്കൃത പണ്ഡിതർ കൂട്ടത്തിലുണ്ടല്ലോ. അതെന്ത് തന്നെയോ ആയിക്കൊള്ളട്ടെ, എൻ്റെ കണ്ണെത്തിപ്പിടിക്കുന്നത് സ്ഫോടദർശിത വിചിത്ര വിഭ്രമാം എന്ന 4ാമത്തെ വരിയിലാണ്. അമ്മേ, പരാവിദ്യ എന്നറിയപ്പെടുന്ന ദേവി, അവിടെ നിന്ന് ഓരോ രൂപത്തിലും സൗന്ദര്യം തുളുമ്പുന്നു. ഇതൊരു കവിക്ക് മാത്രം കാണാൻ പറ്റുന്ന സൗന്ദര്യ ദർശനമാണ്. 913 നൊബേൽ സമ്മാനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിശ്രുതനായ ടാഗോർ ആ അവാർഡിന് മുൻപ് തന്നെ ലോകത്താൽ അനുഗ്രഹിക്കപ്പെട്ട കവിയാണ്. ടാഗോർ ശിവഗിരിയിലേക്ക് വന്നതിനെക്കുറിച്ച് നാം വളരെയധികം വായനകൾ നടത്തിയിട്ടുണ്ട്. ടാഗോർ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞ വാക്യങ്ങളും നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോവാത്ത വിധം ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ടാഗോറിനോട് അതിരുകവിഞ്ഞ പ്രണയമുണ്ടായിരുന്ന കുമാരനാശാൻ ടാഗോറിലെ കവിയെ വല്ലാതെ ഇച്ഛിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്ന കൽപ്പനയും നമുക്കറിയാം. ശാരദാ പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് ഒരുപക്ഷെ കുമാരനാശാൻ ആ സൗന്ദര്യത്തെ മുഴുവൻ മൊത്തിക്കുടിച്ചിരിക്കണം എന്നും ഞാൻ ആലോചിച്ചു പോവുകയാണ്. അമ്മേ, പരാവിദ്യ എന്നറിയപ്പെടുന്ന ദേവി, അവിടെ നിന്ന് ഓരോ രൂപത്തിലും സൗന്ദര്യം തുളുമ്പുന്നു. അർത്ഥപുഷ്ടി കൊണ്ട് വിഭവ സമൃദ്ധവും ശബ്ദത്തിൻ്റെ സൂക്ഷ്മരൂപമായ സ്ഫോടം കൊണ്ട് വിവിധങ്ങളുമായിട്ടുള്ള സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്ന ഭവതി, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു എന്നെഴുതി. ഈ സ്ഫോടശക്തിയാണ് കുമാരനാശാൻ്റെ കവിതയിലെ പ്രഖ്യാനം. കുമാരനാശാൻ്റെ കവിതയുടെ ശക്തി അതിൽ കുടികൊള്ളുന്ന സ്ഫോടമാണ്. അത് കേൾക്കാത്ത കാതുകളെ തകർത്ത് അകത്തേക്ക് ഒരു പാറയെ പൊളിക്കുന്ന വെടിമരുന്ന് പോലെ ഉള്ളിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് ഞാൻ വെറുതെ സങ്കല്പിച്ചിട്ടുണ്ട്, 1822 വെള്ളത്തിൽ ഇതുപോലെ ബോട്ട് മുങ്ങി മരിച്ചുപോയ PB ഷെല്ലിയെക്കുറിച്ച് ബൈറൻ ഒരു ഫ്യൂണറൽ കാവ്യം എഴുതിയിരുന്നെങ്കിൽ, അത് കുമാരനാശാൻ വായിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ചാമര കോളേജിൽ നിന്ന് അദ്ദേഹം കൽക്കത്താവിലേക്ക് ചെല്ലുന്നു. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പ്രിൻസിപ്പലായിരിക്കുന്ന കൽക്കട്ടയിലെ സംസ്കൃത വിദ്യാശാലയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി അദ്ദേഹം മാറുന്നു. 1-2 ഘട്ടങ്ങളിൽ കൂട്ടുകാർക്ക് കുറിമാനം കൊടുത്തയക്കുമ്പോൾ ആശാൻ എഴുതുന്നുണ്ട്, ഞാൻ ഒരാൾ മാത്രമാണ് ക്ലാസ്സിൽ ഇത്രയേറെ താഴ്ന്നയാൾ, അതുകൊണ്ട് താഴ്ന്ന ജാതിയിൽ എന്ന് പറയപ്പെടുന്നയാൾ ഞാൻ മാത്രമാണ്. അതിൻ്റെ പരിഹാസം ഞാൻ ഏൽക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ പഠിച്ച് അവരെക്കാളൊക്കെ മുന്നോട്ട് പോയ കുമാരനാശാൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന ഇന്ത്യയിലെ നവോത്ഥാന സാംസ്കാരിക നേതാവിൻ്റെ കൂടി വെളിച്ചത്തിൽ കൽക്കട്ടയെ മുഴുവനായി തൻ്റെ മനസ്സിലേക്ക് സംസ്കരിച്ചെടുക്കുന്നു. അതിനെപ്പറ്റി PK ബാലകൃഷ്ണൻ എഴുതിയ വാക്യം ചിന്തനീയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആശാൻ്റെ അക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിനു മുൻപ് ഭക്തി കവിതകൾ എഴുതി ആളുകൾക്കിടയിൽ അത്ര പ്രിയമൊന്നും കിട്ടാതിരുന്നയാളാണ് കുമാരനാശാൻ സുബ്രഹ്മണ്യനെക്കുറിച്ച് എഴുതുന്നു, കുമാരനാശാൻ ശിവനെക്കുറിച്ച് എഴുതുന്നു, ദേവിയെക്കുറിച്ച് എഴുതുന്നു, ശ്രീനാരായണനെക്കുറിച്ചും അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ കവികൾക്കിടയിൽ ഒന്നാമനെന്ന സ്ഥാനം കുമാരന് കിട്ടുന്നില്ല. ഒരിക്കൽ അക്കഥ പ്രസിദ്ധമാണല്ലോ. CV കുഞ്ഞിരാമനെ സാഹിത്യ പരിഷത്തിൻ്റെ 5 അധ്യക്ഷന്മാരിൽ ഒരാളായി പ്രഖ്യാപിച്ചപ്പോൾ കുഞ്ഞിരാമൻ ഉള്ളൂരിനോട് ചോദിച്ചു, എന്നെ തന്നെയാണോ ആ സ്ഥാനത്തിരുത്തിയത്? സാമുദായിക സംവരണം തികയ്ക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ അധ്യക്ഷനാക്കിയത്? ഉള്ളൂർ പറഞ്ഞു, അല്ലല്ല, അത് അങ്ങനെ വന്നു പോയതാണ്. എന്നിട്ട് ഉള്ളൂർ കുഞ്ഞിരാമനോടൊരു കാര്യം പറയും, നിങ്ങളുടെ കുമാരനാശാനുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്നോടൊരു ചെറിയ സങ്കടമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനൊരു സാഹിത്യചരിത്രം എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് തുടങ്ങിയ സന്ദർഭത്തിൽ നിങ്ങളിൽ എഴുത്തുകാർ നിങ്ങളുടെ കൃതികളും വിവരങ്ങളും എനിക്ക് തരണമെന്ന് ഞാൻ പത്രപരസ്യം ചെയ്തപ്പോൾ കുമാരനാശാൻ അതിനോടകം സുബ്രഹ്മണ്യ കീർത്തനം മാത്രം എഴുതി പേരെടുത്ത കവി ഒരു കുറിപ്പൊക്കെ വെച്ചിട്ട് എനിക്ക് കത്തയച്ചു തന്നു, ഞാൻ കുമാരനാശാൻ, എൻ്റെ കവിതകൾ ഇന്നതാണ്, ജീവചരിത്രം ഇതാണ്, ഇതുകൂടി ആ സാഹിത്യ ചരിത്രത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ കത്ത് വായിച്ചത് ഉള്ളൂരിൻ്റെ അസിസ്റ്റൻ്റാണ്. അദ്ദേഹം ഉടൻ തന്നെ ഒരു മറുപടി അയച്ചു,
ഇമാതിരി കവിതകളൊക്കെ ചേർക്കാനല്ല ഞങ്ങളിവിടെ സാഹിത്യ ചരിത്രം എഴുതാൻ പോകുന്നത്. ഇത് കുമാരനിലെ കവിയെ വല്ലാതെ പ്രകോപിപ്പിച്ച വാക്യങ്ങളാണ്. എന്നാൽ പിന്നെ നിങ്ങളെക്കൊണ്ട് മഹാകവി എന്ന് വിളിപ്പിച്ചിട്ടു തന്നെ കാര്യം എന്ന് കുമാരനാശാൻ പറഞ്ഞു. അപ്പറഞ്ഞ കുമാരനാശാന്റെ പ്രതിഭയുടെ കരിങ്കൽ തറയെപ്പറ്റി PK ബാലകൃഷ്ണൻ കുമാരനാശാന്റെ കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പുസ്തകത്തിൽ പറയും. 10 കൊല്ലം കുമാരനാശാൻ കവിത എഴുതാതിരുന്നു. കൽക്കത്തയിൽ വെച്ച് കുമാരനാശാൻ ദിനേന ഒരു കവിത വെച്ച് എഴുതിയിട്ടില്ല. അതിനു മുമ്പ് ഭക്തികാവ്യങ്ങൾ എഴുതുമായിരുന്ന കുമാരനാശാൻ അവിടെ ഇരുന്ന് ബൈറനെയും കീറ്റ്സിനെയും വായിച്ചു. അയാൾ അവിടെ ഇരുന്ന് ഷെല്ലിയുടെ കവിതകൾ കോരിക്കുടിച്ചു. അയാൾ കാളിദാസനെ ആരും വായിക്കാത്ത രീതിയിൽ വായിച്ചു. അയാൾ ചാമര കോളേജിൽ നിന്ന് വസൂരി പേടിച്ചിട്ട് കൽക്കത്താവിലേക്ക് വന്നപ്പോൾ കൽക്കത്താവിലെ റോയൽ സൊസൈറ്റിയിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ലൈബ്രറിയിലിരുന്ന് താൻ സ്വയം പഠിച്ചെടുത്ത ഇംഗ്ലീഷ് കൊണ്ട് പുസ്തകങ്ങൾ മറിച്ചു പോയി. എന്നിട്ട് ഏത് കവിത എങ്ങനെ എഴുതണം എന്ന് കുമാരനാശാൻ തീരുമാനമെടുത്തു. ഓരോ തവണ പേന എടുക്കുമ്പോഴും താൻ ഇനി എഴുതാൻ പോകുന്ന കവിതയുടെ സ്തൂപത്തെപ്പറ്റി, താൻ എഴുതാൻ പോകുന്ന കവിതയുടെ ഘടനയെപ്പറ്റിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി താൻ മഹാകവി പട്ടത്തിലേക്ക് കയറുന്ന പടികൾ അയാൾ സ്വയം സൃഷ്ടിക്കാൻ ആരംഭിച്ചു. ആ പടികൾക്കിടയിൽ PK ബാലകൃഷ്ണൻ പറയുന്ന മാനസികാവസ്ഥയുടെ പേരാണ് പ്രതിഭയുടെ കരിങ്കൽ തറ. അത് ഒരു കവിക്കും പൊളിക്കാൻ പറ്റാത്ത, ഒരു നിരൂപകനും തൊടാൻ പറ്റാത്ത തരത്തിൽ ദൃഢമായി കുമാരനാശാന്റെ കവിതയുടെ മോളിക്കുലാർ സ്ട്രക്ചറിന് നിർമ്മിച്ചെടുക്കുന്നു എന്ന് PK ബാലകൃഷ്ണൻ. ആ കുമാരകവിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. സമത്വം, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പാട്ടിലെ വിദ്യയും ധനവും വരാൻ ഉദ്യതരായി പൊരുതുവിൻ, ഒരു പാഠഭേദമുണ്ടോ എന്ന് സംശയമുണ്ട്. ഉദ്ധൃതരായി എന്ന് വേണമെങ്കിൽ ഒരു വാക്കും കൂടി ഞാൻ അവിടെ ചേർക്കാം. ഉദ്യതരായി പൊരുതുവിൻ, സത്യവും നീതിയും കുലകൃത്യമെന്ന് കരുതുവിൻ സോദരരെ. ഒരു സാമുദായിക പാട്ടാണിത്. സാമുദായിക സംഘാടനത്തിൻ്റെ, സാമുദായിക വിപ്ലവത്തിൻ്റെ സ്വരമുള്ള ഈ കവിത എഴുതുന്നത് 906 അത് കഴിഞ്ഞിട്ട് 906 തന്നെ ഒരു തീയക്കുട്ടിയുടെ വിചാരം എഴുതും. അതിലാണല്ലോ കുമാരനാശാനെ ആക്ഷേപിക്കുന്ന ആ 4 വരിയുള്ളത്. എന്തിനു ഭാരതധരെ കരയുന്നു പാരതന്ത്ര്യം, നിനക്ക് വിധി കൽപ്പിതമാണു ദായേ. കുമാരനാശാൻ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിച്ചില്ല എന്നാണ് ഈ വരി വച്ചിട്ട് നിരൂപകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്ക ജാതി മതിരാന്തരടിച്ചു തനയർ എന്തിനയെ സ്വരാജ്യം എന്ന ചോദ്യം. എന്തിന് സ്വരാജ്യം? എന്തിന് സ്വാതന്ത്ര്യം? ഇവിടെ ജാതി പറഞ്ഞ് മനുഷ്യർ പല കഷണങ്ങളായി തമ്മിലടിക്കുമ്പോൾ എന്തിന് സ്വാതന്ത്ര്യമെന്ന ചോദ്യം. കുമാരനാശാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടരുതെന്ന് ആഗ്രഹിച്ച കവിയല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തെ നാം അനുഭവിക്കണമെങ്കിൽ ഓരോ മനുഷ്യരും തുല്യരായി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ആ സുപ്രഭാതമുണ്ടായി വരണം. ഞാൻ എൻ്റെ പ്രസംഗത്തെ നീട്ടുന്നില്ല. ഈ കണ്ണിനെയാണ് AR രാജരാജവർമ്മ തമ്പുരാൻ നവനവോല്ലേഖ കൽപ്പന എന്ന് വിളിച്ചത്. ഈ കണ്ണാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് പിൽക്കാലത്ത് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്. പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കുമാരനാശാന് മുമ്പ് മലയാളത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരുന്ന കവിതയ്ക്കൊരു സ്വഭാവമുണ്ട്. ആ കവിത ഒരു 100 കൊല്ലം മുമ്പത്തെ കവിതയല്ല. നമ്മളൊരു 1000-700 കൊല്ലം മുമ്പത്തെ കവിതയുടെ സംസ്കാരത്തെ എടുക്കുക. ആ 700 കൊല്ലത്തിനിടയിൽ വന്ന മഹാകാവ്യങ്ങൾ ഒരുപാടുണ്ട്. എഴുത്തച്ഛനുണ്ട്, കുഞ്ചൻ നമ്പ്യാരുണ്ട്, കണ്ണശന്മാരുണ്ട്, പുനം നമ്പൂതിരിയുണ്ട്. വലിയ വലിയ മഹത്തുക്കളായ ലോകകവികൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ കവിതകളുടെ കേന്ദ്രസ്ഥാനം ഏത് എന്ന് ചോദ്യമുണ്ട്. നമ്മൾ ലീലാതിലകം പരിശോധിക്കുമ്പോൾ ലീലാതിലകത്തിൽ മണിപ്രവാളത്തെയും പാട്ടിനെയും ക്ലാസിഫൈ ചെയ്യും. മലയാളത്തിൽ 2 പ്രശസ്ത ധാരകളുണ്ട്. മണിപ്രവാളം ഒരു ധാര, മറ്റൊന്ന് പാട്ട്. ഈ പാട്ട് ആര് പാടും, ആരെഴുതും? ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ സാഹിത്യം പാട്ട്. ത്രൈവർണിക വിഭാഗത്തിൻ്റെ സംസ്കൃത ഛവിയുള്ള, സംസ്കൃത സ്വരമുള്ള പാട്ട് മണിപ്രവാളം. എന്നിട്ട് ലീലാതിലകകാരൻ ഇതിനെ ക്ലാസിഫൈ ചെയ്യും. മണിപ്രവാളം പലതരത്തിലുണ്ട്. അതിൽ 1ാമത്തെ തരമാണ് ഉത്തമ മണിപ്രവാളം. ഭാഷാ രസപ്രാധാന്യേ ഉത്തമ മണിപ്രവാളം. തതുത്തമം ഭാഷാരസപ്രാധാന്യം എന്ന് സൂത്രം. എങ്ങനെ പ്രാധാന്യം? ഭാഷ എന്ന കേരള ഭാഷയ്ക്ക് സംസ്കൃതത്തേക്കാൾ പ്രാധാന്യം, വാച്യാർത്ഥത്തെ അപേക്ഷിച്ച് രസത്തിന് പ്രാധാന്യം. എന്നിട്ട് കേരളത്തിലെ കവിതയിൽ നിന്ന് ലീലാതിലകകാരൻ കൊടുക്കുന്ന ഉദാഹരണം എന്തായിരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കും? 1ാം തരം സംഭോഗ ശൃംഗാരമാണ്. ഞാൻ ആ വരി മുഴുവൻ ഈ ധർമ്മമീമാംസാ പരിഷത്തിൽ ചൊല്ലുന്നില്ല. അത്ര അൺപാർലമെൻ്ററി ഒന്നുമല്ല.
നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചൊല്ലുന്നതാണ്, പുൽകിക്കൊണ്ടാൾ ഉറക്ക പുനരഭി മണിവാ നൽകിനാൾ മെല്ലെ മെല്ലെ, കാമക്കുത്തിനണിഞ്ഞാൾ മദനപരവശ കാന്ത കൈമൈ മറന്നാൾ. ഇതായിരുന്നു കേരളം. ഉത്തമ കവിത സംഭോഗ ശൃംഗാരമായിരുന്ന ഒരു കേരളം. അത് കഴിഞ്ഞ് അല്പം ഗ്രേഡ് കുറഞ്ഞാലോ ഉത്തമ കൽപ്പം, എന്നാൽ ഭാഷയ്ക്ക് സംസ്കൃതത്തെ അപേക്ഷിച്ച് പ്രാധാന്യം കൂടുതൽ. പക്ഷേ രസത്തിന് വാച്യാർത്ഥത്തെ അപേക്ഷിച്ച് അല്പം രണ്ടും ഒരുപോലെ ഇരിക്കണം. ആ ഉദാഹരണം കൊടുക്കുമ്പോൾ ലീലാതിലകകാരൻ കൊണ്ടുവരുന്ന ശ്ലോകം ഭക്തിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒന്നാമത്തെ രസം സംഭോഗ ശൃംഗാരം, അതായിരുന്നു ഏറ്റവും പ്രധാനം. ഈ കേരളം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ശൃംഗരിക്കാനായിരുന്നു. അതൊരല്പം കഴിഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ ശൃംഗാരത്തിന് താഴെ ഭക്തി. പക്ഷേ ആ ഭക്തി ആത്മാവില്ലാത്ത ഭക്തിയായിരുന്നു എന്ന് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചല്ലോ. ആ ഭക്തി ആത്മാവില്ലാത്ത ഭക്തിയാണെന്ന് കുമാരനാശാൻ പ്രഖ്യാപിച്ചല്ലോ. അതുകൊണ്ട് കുമാരനാശാൻ പിൽക്കാലത്ത് ഭക്തവിലാപം എഴുതുമ്പോൾ പ്രാണനായക ഭവൽപദാംബുജം കാണുമാറു കരുതാതെ കശ്മലൻ വീണനായി വളരുന്നുവെങ്കിലും കാണിനീ കരുണ ചെയ്യുക ദൈവമേ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ കവികളൊക്കെ ഇങ്ങനെ ശൃംഗാരവിരുദ്ധരാവാൻ പാടുണ്ടോ? ഈ കവിയാണോ ആ പെങ്കൊച്ചിനെ പ്രേമിച്ചത്? എമ്മാതിരി പ്രണയമാണ് പ്രണയിച്ചത്. സദാശിവൻ വന്ന് ചെകിട്ടത്തടിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആരായിരിക്കും ഈ കുമാരനാശാൻ എന്ന് ആലോചിച്ചു നോക്കൂ. അതിനർത്ഥം സച്ചിദാനന്ദ സ്വാമി ഇത് രാവിലെ പറഞ്ഞു, അങ്ങനെ ശൃംഗാരത്തിന് പൂർണ്ണമായിട്ട് കുമാരനാശാൻ ഒഴുക്കി കളഞ്ഞൊന്നുമില്ല. ഞാൻ കയറി നടന്നു വരുമ്പോൾ കേട്ടതാ. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ശൃംഗാരം അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല, അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. കുമാരനാശാൻ്റെ ശൃംഗാരം എന്ന് പറയുമ്പോൾ അത് തരുണീമണികൾക്ക് മുമ്പിൽ നൃത്തം ചവിട്ടുന്ന ശൃംഗാരമല്ല. ഏതെങ്കിലും ഉണ്ണിനങ്ങയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് ഈ നാട്ടിൽ ഏതെങ്കിലും വാരസുന്ദരിയുടെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് പണം വാരിയെറിയുന്ന തമ്പുരാക്കന്മാരുടെ ശൃംഗാരമല്ല കുമാരനാശാൻ്റെ ശൃംഗാരം. കുമാരനാശാൻ്റെ ശൃംഗാരം എന്നത് ഈ ഭൂമിക്കു മുകളിൽ പിറന്നു വീണ ഓരോ ജീവിയിലും ദൈവം കൊടുത്തിട്ടുള്ള ശൃംഗാരത്തിൻ്റെ അവകാശമാണെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ശൃംഗാരം നമ്മുടെ അവകാശമാണ് എന്നാണ്. ഇതാണല്ലോ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറയണത്, രതിർഹാസ ശോകച്ച ക്രോധോത്സാഹോ ഭയം തഥാ ജുഗുപ്സാ വിസ്മയച്ഛതി നാട്യഭാവ പ്രകീർത്തിത. 8 ഭാവങ്ങൾ രതി മുതൽ വിസ്മയം വരെ. ഈ രതിഭാവം ഉള്ളിൽ നിന്ന് ശൃംഗാരമായി പുറത്തു വരും. ഈ 8 രസങ്ങളും അനുഭവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്ന് ഓർക്കണം. ഇവിടെ ശൃംഗരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ശോകം വരുമ്പോൾ കരയാൻ അവകാശമുണ്ടായിരുന്നില്ല. കരുണ എന്തെന്നറിയാൻ അവകാശമില്ലായിരുന്നു. രൗദ്രം വരുമ്പോൾ ആ രൗദ്രത്തെ പ്രകടിപ്പിക്കാൻ അവകാശമില്ലായിരുന്ന കോടാനുകോടി മനുഷ്യരെ തൻ്റെ കാവ്യപ്രമേയത്തിലേക്ക് കൊണ്ടുവച്ചിട്ട് കുമാരനാശാൻ എന്താണ് ശൃംഗാരമെന്ന് കവിതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടൊരു പെണ്ണ്, അവളുടെ ഭർത്താവ് മരിച്ചുപോയി. കൃതി ലീലയാണ് കേട്ടോ. എന്നെ ഞെട്ടിക്കുന്ന സാധനം അതല്ല. ഈ മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് പറയാൻ കുമാരനാശാൻ ഉപയോഗിക്കുന്ന വാക്ക് എന്താണെന്നറിയാം? ശയനീയ ശായി എന്ന് പറഞ്ഞാൽ കൂടെ കിടക്കുന്നു എന്നേ ഉള്ളൂ, മനസ്സറിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ പരം ഒരു പെരുമയുണ്ടോ? അവൾ വിധവയായി തീർന്നു, ഭർത്താവ് മരിച്ചു, കൂട്ടുകാരിയോടൊപ്പം തൻ്റെ പ്രിയപ്പെട്ടവനെ അന്വേഷിച്ച് ഇറങ്ങി. അപ്പം തന്നെ കേരള മനസ്സ് അവൾക്കൊരു പേര് കൊടുക്കും. എന്തൊരു പെണ്ണാണിത്! ഈ ലീലയെ ആക്ഷേപിക്കുമ്പോൾ ലീല പറയുന്നുണ്ട്, ഞാൻ എന്തിനിറങ്ങി തിരിച്ചു എന്നറിയാമോ? രതിനിത്യം ഒരാൾക്കൊരാളിലായി സ്ഥിതി ചെയ്യിൽ സഖി പെണ്ണിനാണിനും അതിലും വലുതില്ലഹോ വ്രതം ധൃതിമാൻ എന്തൊരു ധന്യനൻ പ്രിയൻ. ഇത് ശൈനീയശായിയായ ഭർത്താവിനെ കുറിച്ചിട്ടല്ല പറയണത് ഒരു വിധവയാണ്, അവളുടെ പ്രിയപ്പെട്ട കാമുകനെ കുറിച്ച്. അയാളിൽ കൊടുത്തുപോയി മനസ്സ്. ഇത് പറയാനൊരു ധീരത വേണ്ടേ? ഈ പറച്ചിൽ സത്യസന്ധമല്ലേ? ഈ സത്യത്തെ എടുത്തു പറയാൻ കുമാരനാശാൻ മനുഷ്യർക്കിടയിലുള്ള ധീരമായ സ്നേഹത്തിൻ്റെ കഥനത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിക്കലിൻ്റെ കൃതിയാണ് വീണപൂവ്. ഞാൻ വിസ്തരിച്ച് ഒരുപാട് സംസാരിക്കണം എനിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അനേകം പേർ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആഹാ രചിച്ചു ചെറുലൂതകളാശു നിന്റെ ദേഹത്തിനേകി ചരമാഭരണം ദുകൂലം സ്നേഹാർദ്ദയായുടൻ ഉഷസ്സുമണിഞ്ഞു നിന്മേൽ നീഹാര ശീകര മനോഹര മന്ത്യഹാരം. ഒരാളും ശ്രദ്ധിച്ചിരുന്നില്ല ഒരു പൂവിനെ. ചവിട്ടി മെതിച്ചു പോവുമായിരുന്ന പാരമ്പര്യത്തെ തകർത്ത് ആ കിടക്കുന്ന പൂവിനെ ചവിട്ടരുത്, ആ പൂവിനൊരു ചരിത്രമുണ്ട് എന്ന് കുമാരനാശാൻ ഒരു കൃതി എഴുതി വെച്ചു. എന്ന് മാത്രമല്ല, ആ പൂവിനോട് നോക്കിയിട്ട് കവി പറയണം, ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ. ഒരു പൂവിനോട് സഹോദര സ്നേഹം പ്രഖ്യാപിക്കാൻ കഴിയുന്ന
വിശ്രുതമായ പ്രപഞ്ച കാവ്യത്തെ തൻ്റെ കവിതയിലേക്ക് കുമാരനാശാൻ ഇറക്കിക്കൊണ്ടുവന്നു. അത് വായിച്ചിട്ട് കെ.എം. ഡാനിയൽ സാർ പറയും, ഇറ്റ് ഈസ് സബ്ലൈം, ഇത് ഉദാത്തമായ കവിതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് പറയും. ആ കുമാരനാശാനാണ് 1924 തൻ്റെ വീട്ടിൽ നിന്ന് പ്രാണപ്രേയസിക്കൊരു ചുംബനവും കൊടുത്തിട്ട് ഇറങ്ങുന്നത്. ഞാൻ ശനിയാഴ്ച വരാം കേട്ടോ. അവൾ പറഞ്ഞു, ഇന്ന് പോണോ? നാളെ പോയാൽ പോരെ? അല്ല, മാറ്റിവെക്കാൻ കഴിയാത്ത മീറ്റിംഗാണ്. ആലുവ യൂണിയൻ ടൈൽ ഫാക്ടറിയുടെ മീറ്റിംഗാണ്. നമ്മുടെ ഫാക്ടറിയിൽ കൂട്ടുകാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ റെയിൽവേ സ്റ്റേഷനിൽ വരുമെന്ന് തോന്നുന്നു. ആശാൻ വീട്ടിൽ നിന്ന് നേരെ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തീവണ്ടി കാത്തു നിൽക്കുന്നു. ആ ട്രെയിൻ എങ്ങനെ വന്നു എന്നുള്ളതും ചോദ്യമാണ്. ആശാൻ പ്രജാസഭാ മെമ്പറായിരിക്കുമ്പോൾ ആശാൻ കൂടി കൊടുത്ത് തയ്യാറാക്കിയ പ്രമേയത്തിൻ്റെ റിസൾട്ടാണ് ആ തീവണ്ടി. അതിങ്ങനെ കൂവി ആശാനെയും കയറ്റി കൊല്ലത്ത് കൊണ്ടിറക്കി. അപ്പോൾ കൂട്ടുകാർ എത്തിച്ചേർന്നിരുന്നു. കൊല്ലത്ത് നിന്ന് ഭക്ഷണവുമൊക്കെ കഴിച്ചിട്ട് ചരിത്രം പറയുന്നതനുസരിച്ച് നാരായണൻ എന്ന കൂട്ടുകാരൻ്റെ കോട്ടൊക്കെ വാങ്ങി ആ കോട്ടിൻ്റെ പോക്കറ്റിൽ നാരായണൻ ആരോ എഴുതിയ കത്തുണ്ടായിരുന്നു എന്നും ചരിത്രം, അല്ലെന്നും ചരിത്രം. പലത് പറയാമല്ലോ. ആ കോട്ടുമായി ആശാൻ റെഡീമർ ബോട്ടിലേക്ക് കയറുന്നു. അന്ന് തിരുവിതാംകൂറിലെ കൊട്ടാരത്തിൽ നടന്ന മുറജപത്തിൽ പങ്കെടുത്ത് ഒരുപാട് ആളുകൾ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടും അന്നത്തെ പ്രസിദ്ധമായ വാഹനം ഇതായിരുന്നത് കൊണ്ടും ആ റെഡീമർ ബോട്ടിലേക്ക് എല്ലാവരും കയറി. ക്ലാസ് 2B ആണെന്ന് ചില ചരിത്രകാരന്മാർ, അല്ല ക്ലാസ് ഫസ്റ്റ് ആണെന്ന് കുമാരനാശാൻ്റെ മറ്റു ചില ചരിത്രകാരർ, ഉറപ്പില്ല. ഏതായാലും ആശാൻ തൻ്റെ ക്യാബിനിലേക്ക് കയറി. ഇത് ആശാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകം പേർ ആശാൻ്റെ ചുറ്റും കൂടി. ആശാനാണെന്നറിയാത്ത മനുഷ്യരുമുണ്ട്. അതിൻ്റെ കണക്കൊക്കെ പ്രത്യേകം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആശാൻ്റെ ചുറ്റും കൂടിയവരിൽ ഏറ്റവും ഇഷ്ടം കൂടിയ ഹരിപ്പാട്ടുകാരൻ കൃഷ്ണൻ നായർ ആശാനോട് സാഹിത്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആശാൻ്റെ കയ്യിൽ ബുദ്ധചരിതം 5ാം ഭാഗത്തിൻ്റെ എഴുതിയ രേഖയും കരുണയുടെ പുസ്തകവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ കരുണ ചൊല്ലിക്കൂടെ ആശാനെ എന്ന് ചോദിച്ചു. അതിമനോഹരമായ ശബ്ദത്തിൽ അദ്ദേഹം കവിത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനം മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. ഈ ബോട്ട് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കുറച്ചധികം പേർ, ഇതെങ്ങാനും മുങ്ങിപ്പോയാൽ കുഞ്ഞുങ്ങളിതിലുണ്ട് എന്ന് മറ്റു ചിലർ. 95 പേരെ മാത്രം കയറ്റാൻ ലൈസൻസ് ഉള്ള ഈ വാഹനത്തിൽ 136 പേരെ കയറ്റിയിരിക്കുന്നു എന്ന അവസാനത്തെ റിപ്പോർട്ട്. ഇത് മുങ്ങുമോ എന്ന് പേടിച്ച ആളുകൾ അഷ്ടമുടിക്കായൽ നീന്തി തീരുവോളം അതിൽ ഞെട്ടിപ്പിടച്ചിരുന്നു. അഷ്ടമുടിക്കായൽ കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് ആശ്വാസമായി, ഇനി മുങ്ങത്തില്ല. അങ്ങനെയാണ് പലരും ഉറക്കത്തിലേക്ക് വീണുപോയത്. ആശാൻ്റെ അവസ്ഥ അതല്ല. ആരാധകരാണ് ചുറ്റിലും. കവിത ചൊല്ലി തീരുന്നില്ല. രാത്രി 10:30 ഉറങ്ങുന്ന ആശാൻ 3:30 ഉറങ്ങാൻ പറ്റുന്നില്ല. ആരാധകർ വിടുന്നില്ല. തൃക്കുന്നപ്പുഴ എത്തിയപ്പോൾ ആശാൻ പറഞ്ഞു, ഇനി മതി, എനിക്ക് ഉറങ്ങണം, ഞാനൊന്ന് ഉറങ്ങട്ടെ. അല്പം കാവ്യാത്മകമായി ഞാൻ പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് ഊഹിക്കുന്നതാണ്. ആശാൻ തൻ്റെ ക്യാബിനിലേക്ക് കയറി, കമ്പിളി എടുത്ത് മൂടി, ക്യാബിൻ പൂട്ടി എന്ന് ചിലർ. ആശാൻ ഉറക്കമായി. ഉറങ്ങിയാൽ പിന്നെ ആന ചവിട്ടിയാലും എണിയിൽക്കാത്ത പ്രകൃതമുള്ള കുമാരനാശാൻ. പക്ഷെ ഒരു കാര്യം വിചാരിച്ചിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ബോട്ട് മുങ്ങുമെന്ന് പലരും പറഞ്ഞപ്പോൾ ആശാൻ പറയും, പേടിക്കരുത്, നമുക്ക് നോക്കാം. ആശാൻ എങ്ങനെ നിശബ്ദതയെ ഭുജിക്കുന്നയാളല്ല. ഇതിലും വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മനുഷ്യനാണ്. തീർച്ചയായിട്ടും ആശാൻ ബോട്ടിൻ്റെ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ടാവും, ക്യാപ്റ്റനോട്, നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ്. പക്ഷെ ആശാൻ പറഞ്ഞിരിക്കാം, നോക്കട്ടെ, അങ്ങനെ വലിയ ആഴമൊന്നുമല്ല, ഒരു 10 പേരെയൊക്കെ നീന്തിക്കയറ്റാനുള്ള കുമാരനാശാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആശാൻ കരുതിയിരിക്കണം. ആരാ ആശാൻ? ഈ 5 തെങ്ങിൽ തള്ളപ്പെറ്റ് ആശാനെ ഇട്ടത് കടലിനകത്തോട്ടാണ്. എൻ്റെ കൊച്ചിനെ ഞാനിതാ പെറ്റ് കടലമ്മയെ നിനക്ക് തരുന്നു. കടൽ നീന്തിപ്പടിച്ചവൻ കുമാരു, തൊട്ടിപ്പുറത്തെ ശുദ്ധജലത്തിൻ്റെ കായൽ നീന്തിപ്പടിച്ചവൻ, കോഴിത്തോട്ടം കായലിൽ അക്കരെ ഇക്കരെ നീന്തി അപ്പുറത്ത് ചെന്ന് തയ്യിലയ്യനെ തൊട്ടു വരുമ്പോൾ സമ്മാനം നേടിയിരുന്ന കൊച്ചു കുമാരു. ഇനി ഈ പല്ലനയാറ്റിൻ്റെ 9 അടി എന്ന ആഴമാണ്. പക്ഷേ ആശാനെ വിധി കാത്തുവച്ചിരുന്നത് അഗാധമായ ഹ്രദം പോലെയുള്ള ഒരു അസാധാരണ സംഗതിയാണ് എന്ന് നമുക്ക് പറയാം. ജലം അവിടെ അണഞ്ഞു രേഖ നീട്ടും ധവള തരംഗകരങ്ങളിൽ സന്തോഷം. അവൾ ഉടനെ കുതിച്ചു എന്ന് ലീല പറയുന്നത് പോലെ, അവൾ വെള്ളത്തിലേക്ക് കുതിച്ചു എന്ന് പറയുന്നത് പോലെ, സീത, ചിന്താവിഷ്ടയായ സീതയിൽ പറയുന്നുണ്ടല്ലോ, സസുഖം ഭവതംഗശയ്യമേൽ വസുധേ, അങ്ങനെ ഞാൻ രമിച്ചിടും. അമ്മ, ഞാൻ വരികയാണ് കേട്ടോ, ഞാൻ നിന്റെ ഗർഭത്തിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ, ഞാൻ അവിടെ കിടക്കും, എൻ്റെ ശരീരത്തിനുമേൽ പൂക്കൾ,
എനിക്ക് പൂത്താലം എറിഞ്ഞു തരും. അല്ലല്ല എന്ന് തിരുത്തിയിട്ട് പറയും. തണിനീ ജലബിംബിതാംഗിയായി ക്ഷമയെ കുമ്പിടുവോരു ധാരപോൽ ഭവദംഘ്രിലീന ഞാൻ അമലേ ദ്യോവിൽ ഉയർന്ന ദീപം. ഈ ദ്യോവിലെ നക്ഷത്രത്തോട് കുമാരനാശാന് വല്ലാതെ പ്രിയമായിരുന്നു. ഒരുമാതിരിപ്പെട്ട കൃതികളിലെല്ലാം ഈ ദ്യോവിൽ ഉയർന്നു നിൽക്കുന്ന ദീപത്തെ പറ്റി ആശാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നക്ഷത്രം ആകാശത്ത് നിൽക്കുന്നു, അത് ജലത്തിൽ പ്രതിബിംബിക്കുന്നു. ഈ പ്രതിബിംബിക്കുന്ന ജലത്തിൻ്റെ വാസ്തവം എവിടെ? അത് ആകാശത്തിൽ ജ്വലിക്കുന്ന നക്ഷത്രമാണെന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ കുമാരനാശാൻ്റെ ശരീരത്തെ ജലം ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. ആ വാഹനം വലതുവശത്തേക്ക് മറിഞ്ഞ് ചെളിയിലേക്ക് പൂഴ്ന്നു പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആശാനിരുന്ന ക്യാബിൽ ചെളിയിലേക്ക് അടഞ്ഞുപോയി എന്നാണ്. ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നീന്തി പുറത്തു വന്നേനെ എന്ന് ആഗ്രഹിക്കുന്ന, നീന്തലിനെ ശരീരത്തിൽ സൂക്ഷ്മവൽക്കരിച്ചിരുന്ന, ഏത് കടലും നീന്തിക്കടക്കാൻ കെൽപ്പുണ്ടായിരുന്ന ആ മഹാമനുഷ്യൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് പ്രാണനെ കുമിളകുമിളകളായി ജലത്തിനുമേൽ ഉയർത്തിവിട്ടുകൊണ്ടിരുന്ന കാവ്യസന്ദർഭത്തെ ആലോചിക്കുമ്പോൾ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. ആ അവസ്ഥയെപ്പറ്റി ഓർഡർ നമ്പർ ROC 161 1924 ജുഡീഷ്യൽ 1924-31 ജാനുവരി എന്ന കണക്ക് വെച്ച് പുറത്തു വന്ന റിപ്പോർട്ട്, മിസ്റ്റർ പി ചെറിയാൻ, റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ പി ചെറിയാൻ, ചീഫ് സൂപ്രണ്ട് ആയിട്ടുള്ള മിസ്റ്റർ പിറ്റ് പോലീസ് ഓഫീസർ, അന്നത്തെ PWD എഞ്ചിനീയർ, അന്നത്തെ SNDPയുടെ നേതാവും പ്രജാസഭാ മെമ്പർ N കുമാരൻ അടക്കമുള്ള 5 പേർ അംഗമായ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവസാന വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. There was considerable confusion and bewilderment among them. Many of the passengers seemed to have raised a cry. ചിലർ കരഞ്ഞു. ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമായിരുന്നില്ല. ഈ ബോട്ട് മുങ്ങിയോ ഇല്ലയോ എന്ന് പോലും ആളുകൾക്ക് അറിയുമായിരുന്നില്ല. എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് കരച്ചിൽ കേൾക്കുന്ന മനുഷ്യർക്ക് അറിയുമായിരുന്നില്ല. എന്താണ് തങ്ങൾക്ക് സംഭവിച്ചതെന്ന് ആ യാത്രക്കാർക്ക് അറിയുമായിരുന്നില്ല. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: നെവർത്തിലെസ് ദ എവിഡൻസ് ടേക്കൻ ആസ് all given a fairly clear conception of what took place. എന്തു തന്നെയായാലും ഞങ്ങൾ ശേഖരിച്ച തെളിവ് വച്ചിട്ട് സ്പഷ്ടമായി ഇതിൻ്റെ കാരണം പറയാവുന്ന വിധം 95 പേർ കയറാൻ കഴിയുന്ന ഒരു വാഹനം 136 പേരെ കയറ്റി വലത്തേക്ക് ചെരിഞ്ഞുപോയ ദുരന്തം. മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ കവി കുമാരനാശാനെ മരണത്തിന് ഭക്ഷിക്കാൻ കൊടുത്തതിൻ്റെ ഓർമ്മയെ പറയുമ്പോൾ ആശാൻ എഴുതി വച്ച ആ മഹാസങ്കീർത്തനം ചൊല്ലിയിട്ടല്ലാതെ പ്രസംഗം അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കവേ, ഞാൻ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഗുരു, ഞാൻ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ കുമാരനാശാനെ പറ്റിയിട്ടുള്ള ലേഖനം മാതൃഭൂമിയിൽ എഴുതാൻ, കുമാരനാശാൻ വിടവാങ്ങിപ്പോയ പല്ലനയുടെ കരയിൽ അതേ ദിവസം ആ ജലത്തോട് സംസാരിച്ചുകൊണ്ട് പ്രഭാഷണം ചെയ്യാൻ, കുമാരനാശാൻ ജീവിച്ച അരുവിപ്പുറത്ത് നിന്ന് ആശാനെപ്പറ്റി സംസാരിക്കാൻ, ആശാന് കവിതയുടെ കഷണം കൊടുത്ത കോലത്തുകരയിൽ വെച്ച് ആശാനെപ്പറ്റി സംസാരിക്കാൻ, ഇതാ ഇപ്പോൾ ഈ ശിവഗിരിയിൽ നിന്ന് കുമാരനാശാനെപ്പറ്റി സംസാരിക്കാനും അവസരം കിട്ടിയ ഞാൻ എന്ത് വാക്കുകൊണ്ടാണ് അതിനെ പറയേണ്ടതെന്ന് അനീഷെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആ കവിത ചൊല്ലി തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്ത ചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. അപ്പം ബെല്ലടിക്കും, ബാഗ് എടുത്തോടും. തീർന്നിട്ടില്ല, ആശാൻ തുടങ്ങണതേ ഉള്ളൂ. എങ്ങനെ? സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാതെയായി കാരണാന്തരമായി ജഗത്തിൽ ഉയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽക്കടനാഭികൊണ്ടു മൃഗം കണക്കനുമേയമായി ദൂരമാകിലും
ആത്മഹാർദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ. ദൂരമാകിലും ആത്മഹാർദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ. നമസ്കാരം.